ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. വാഗീശാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ഗം ഗണപതയേ നമഃ. ശ്രീമൽചന്ദനചർച്ചിതോജ്ജ്വലവപുഃശുക്ലാംബരാമല്ലികാമാലാളിതകുന്തലാപ്രവിലസൽമുക്താവലീശോഭിത. സർവജ്ഞാനനിധാനപുസ്തകധരാ രുദ്രാക്ഷമാലാങ്കിത. വാഗ്ദേവീ വദനാംബുജേ വസതു മേ ത്രൈലോക്യമാതാ ശുഭാ. സംസരസ്വത്യൈ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരി പങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കലൗ നഷ്ടദൃശാമേഷാം പുരാണാർക്കോऽധുനോദിത. തത്ര കീർത്തയതോ വിപ്രഋഷയർഭൂരി തേജസാ. സർവവിധത്തിലും കലിയുഗത്തിൻ്റെ ഏത് വിധത്തിലുള്ള കൽമഷങ്ങളെയും അകറ്റാൻ സാധിക്കുന്ന ശാസ്ത്രം എത്ര വലിയ കൂരിരുട്ടാണെങ്കിലും സൂര്യൻ ഉദിച്ചിട്ടില്ല. സൂര്യനെ നമ്മൾ കാണുന്നതിന് മുമ്പേ ഇരുട്ട് പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവുന്നുണ്ട്. അതേ ഭാവത്തിൽ കലികാല കൽമഷങ്ങളെ മുഴുവൻ അകറ്റുന്നതായ ഭാഗവത സൂര്യൻ വേദവ്യാസനിൽ കൂടി ഉദയം ചെയ്തു എന്ന് ശൗനകാദി യോഗീശ്വരന്മാർക്ക് മുൻപിൽ സൂചിപ്പിച്ചു ഉഗ്രശ്രവസ്. ആത്യന്തികമായ മനുഷ്യൻ്റെ ശ്രേയസ്സിന് എന്ത് വേണം എന്നൊരു ചോദ്യം ശൗനകാദി യോഗീശ്വരന്മാർ ചോദിക്കുന്നു. ഈ ഋഷീശ്വരന്മാർ എന്തിനാ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ്. സംസാര കൂപപതിതോത്തരണാവലംബം. പ്രാരബ്ധത്തിൻ്റെ ഈ പൊട്ടക്കിണറിനകത്ത് ഇതിനപ്പുറം മറ്റൊരു ലോകമില്ല, ഇതിനപ്പുറം മറ്റൊരു സുഖമില്ല എന്ന ഭാവത്തിൽ ഒട്ടകം കള്ളിമുള്ള് തിന്നണതുപോലെ രാമകൃഷ്ണ പരമഹംസർ പറയും, ഒട്ടകം ഇങ്ങനെ കള്ളിമുള്ള് തിന്നുമ്പോൾ അതിൻ്റെ മുള്ളുകൊണ്ട് തൊണ്ട മുറിയും, ചോര പുറത്തേക്ക് വരും. അപ്പോൾ ഒട്ടകം വിചാരിക്കും ഇതും ഈ കള്ളിമുള്ളിൻ്റെ സ്വാദാണ് എന്ന് വിചാരിച്ച് അതിനെയും അതിങ്ങനെ അരച്ച് കഴിച്ചു കൊണ്ടിരിക്കും. ഇതുപോലെ സർവവിധത്തിലും ഈ ലൗകിക സുഖങ്ങൾ അത് നിത്യമാണ് എന്ന ഭാവത്തിൽ അതിന് പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു തരത്തിലും ചോദിക്കാനിടയില്ലാത്തത് കൊണ്ട്, നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് ഈ ഋഷീശ്വരന്മാർ ഇത്തരത്തിലുള്ള ധർമ്മശാസ്ത്രങ്ങളെ ചോദിച്ചും പറഞ്ഞും സംവദിച്ചും നമ്മളെ അനുഗ്രഹിക്കുന്നു. അല്പായുസ്സുക്കളായ കലിയുഗവാസികൾക്ക് ഭാഗവതത്തെ
ഹേ സൂത, അങ്ങയിൽ കൂടി വേണ്ടതുപോലെ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് സൂതൻ പറയുന്നു, അഹം ചാധ്യഗമം തത്ര നിവിഷ്ട തദനുഗ്രഹാൽ സോഹംബ ശ്രാവയിഷ്യാമി യഥാധീതം യഥാമതി. പണ്ട് പരീക്ഷിത്ത് മഹാരാജാവിനായി ശ്രീശുഖബ്രഹ്മർഷി ഭാഗവതത്തെ ഉപദേശിക്കുകയുണ്ടായി. അവിടെ ആ രംഗത്തിൽ ഇരിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. അത്തരത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് സർവ്വവിധത്തിലും ഭാഗവതത്തെ ഉപദേശിച്ചു കഴിഞ്ഞ ഗുരുനാഥൻ അന്ന് എന്നെ അനുഗ്രഹിച്ച ഒരു അനുഗ്രഹം, ഏതാം വക്ഷത്യസൗ സൂതാ ഋഷിഭ്യോ നൈമിഷാലയെ ദീർഘശസ്ത്രേ കുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിഭി. ഇപ്പോൾ ഞാൻ ഈ പരീക്ഷത്തിന് ഉപദേശിച്ച ഭാഗവതം അങ്ങ് ശ്രദ്ധയോടെ കേട്ടുവല്ലോ. ഭാവിയിൽ കാലചക്രം പൊടിയാൻ, പ്രാരബ്ധചക്രം പൊടിക്കാൻ ശൗനകാദി യോഗീശ്വരന്മാർ നടത്തുന്നതായ സത്രവേദിയിൽ അങ്ങയ്ക്ക് ഈ ഭാഗവതം പറയാൻ ഭാഗ്യം ലഭിക്കട്ടെ, സാധിക്കട്ടെ എന്ന് അന്ന് ഗുരുനാഥൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. സർവവിധത്തിലും അന്ന് ഗുരുനാഥൻ അനുഗ്രഹിച്ചു തന്ന ഭാഗവതത്തെ യഥാധീതം യഥാമതി, എൻ്റെ അറിവിനും എൻ്റെ ബുദ്ധിക്കും കഴിവിനുമനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ശൗനകാദികളുടെ സംശയം. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുന കുതഃ സംചോദിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനീം. എപ്പോഴാണ് ഈ ഭാഗവത രചന നടന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഭാഗവത ഗ്രന്ഥം വ്യാസ മഹർഷി രചിച്ചത് എന്നൊക്കെ ഭാഗവത രചനയ്ക്ക് ഹേതുവായ കാരണങ്ങളെ ചോദിക്കുന്നു. എന്നു മാത്രമല്ല, ശുഖബ്രഹ്മർഷി വേദവ്യാസപുത്രൻ, അതി തേജസ്വി, മഹായോഗി, സമദൃങ്നിർവികൽപക, മഹായോഗിയായ, ശരീരാഭിമാനം അല്പം പോലുമില്ലാത്തതായ ശുഖബ്രഹ്മർഷി. അങ്ങനെയുള്ളതായ ആ ശുഖബ്രഹ്മർഷി ഒരല്പസമയം മാത്രമേ ഒരു സ്ഥലത്ത് ഭാഗവതം പറഞ്ഞിരിക്കാറുള്ളൂ എന്നാണ്. സഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം. ഒരു പശുവിനെ കറക്കുന്ന സമയം, എന്താ അധിക സമയം ഇരുന്നാൽ കുഴപ്പം എന്നാണെങ്കിൽ, എവിടെയെങ്കിലും അധിക സമയം ഇരുന്നാൽ ആ ഇരുന്ന സ്ഥലവുമായിട്ട്, അവിടെയുള്ള ചുറ്റുപാടുമായിട്ട്, അവിടുത്തെ ആൾക്കാരുമായിട്ട് ഒക്കെ നമ്മുടെ മനസ്സ് വളരെ പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് ഏതിലേക്കും കയറി ഒട്ടിപ്പിടിക്കും. ഇപ്പം പരിചയമുള്ള ഒരാൾ അതിൽ കൂടി പോയാൽ മതി, അപ്പോഴേക്കും എൻ്റെ മനസ്സ്, നാവ് ഭാഗവതമൊക്കെ പറയുന്നുണ്ടാവും, മനസ്സ് അതിലേക്ക് അയാളിലേക്ക് പോയി, ആ ഇയാളെന്താ ഇവിടെ, അപ്പോഴേക്കും പോയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി, നമ്മുടെ മനസ്സ് അതിലേക്ക് കയറി ഒട്ടിപ്പിടിക്കും. ഇപ്പം ഇതിൽ കൂടി എന്തെങ്കിലും ഒരു വാസന വന്നാൽ കാണുന്നൊന്നുമില്ല, വാസന വരുന്നത് കാണുന്നുണ്ടോ? കാണണമെന്നില്ല. പക്ഷേ മൂക്ക് ഒന്ന് വാസനിച്ചാൽ മതി, അപ്പോഴേക്കും ആ വാസനിച്ച സാധനത്തിൻ്റെ രൂപം, അത് ഉണ്ടാക്കണത് ഒക്കെ മനസ്സിൽ നമ്മൾ സ്വപ്നം കാണുകയായി. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം വളരെ പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്തിന്? ഒരു 4 ദിവസം ഇരുന്നാൽ ഇരുന്ന സീറ്റിനോട് പോലും നമുക്ക് പ്രേമം തുടങ്ങും. അത്തരത്തിലൊരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന ആളാണ് ആത്മാരാമനായ ശുഖബ്രഹ്മർഷി. അതുകൊണ്ട് അദ്ദേഹം വളരെ കുറച്ച് സമയം മാത്രമേ നിൽക്കാറുള്ളൂ. അതിനൊരു കണക്ക് പറഞ്ഞതാണ്, സഗോദോഹന മാത്രം ഹി, ഒരു പശുവിനെ കറക്കുന്ന സമയം. ഇവിടെ എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, പശുവിനെ കറക്കുന്ന സമയം എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം, അത് ഇന്നത്തെ ഈ പുതിയ വലിയ വലിയ പശുക്കളുടെ കഥയല്ല. നാടൻ പശുവിനെ കറക്കുന്ന സമയം.
ഇപ്പോഴത്തെ പശുക്കൾക്ക് കുറേ പാലൊക്കെ ഉണ്ടാവും, പക്ഷേ നാടൻ പശു എന്ന് പറഞ്ഞാൽ ആകെ 1/2 ഗ്ലാസ് പാലേ കിട്ടുള്ളൂ അല്ലേ? അത്ര സമയം, ആ കുറച്ച് സമയമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ളതായ ആ ശുഗബ്രഹ്മർഷി 7 ദിവസത്തോളം ഗംഗാതീരത്ത് ഇരുന്ന് ആ പുത്രന് ഭാഗവതം പറഞ്ഞുകൊടുത്തു എന്ന് വെച്ചാൽ അത് ശുഗബ്രഹ്മർഷിയുടെ മാത്രം മഹാത്മ്യമല്ല, പരീക്ഷത്തിൻ്റെ കൂടി വൈഭവമാണല്ലോ. എന്തുകൊണ്ടാണ് പരീക്ഷത്തിന് ഇങ്ങനെയൊരു പ്രായോപവേശ വ്രതം വേണ്ടി വന്നത്? ശുഗബ്രഹ്മർഷിയിൽ നിന്നും ഏത് വിധത്തിലാണ് അദ്ദേഹം ഭാഗവതം കേട്ടത്? ഭാഗവതത്തിൻ്റെ ആ ഉൽപ്പത്തിയെ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് വ്യാസനാരദ സംവാദം എന്ന രൂപത്തിൽ അതിലേക്ക് പ്രവേശിക്കുന്നത്. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതപരാശരായോഗി വാസവ്യാം കലയാഹരേ. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലായിട്ട് പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ വ്യാസൻ എന്ന പേരിൽ അവതരിച്ചു. ഭഗവാന്റെ ഒരു കലാവതാരം, ഒരു അംശാവതാരം. അവതാരങ്ങൾ പല വിധത്തിൽ പറയാറുണ്ട് അല്ലേ? അംശാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണതമാവതാരം, കലാവതാരം എന്നൊക്കെ ഈശ്വര ചൈതന്യം പല വിധത്തിൽ ഈ ലോകത്തിൽ വന്ന് വിഹരിക്കുന്നു. ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ ഒരു കല, ഒരു ഭാഗം, ഒരംശം, അതാണ് കലാവതാരം. പിന്നെ ഭക്തന്മാരെ രക്ഷിക്കാനുള്ളതായ ആവേശം കൊണ്ട് ഭഗവാൻ എടുത്തു ചാടി അവതരിക്കും, അതാണ് ആവേശാവതാരം. നരസിംഹാവതാരമൊക്കെ ഭഗവാന്റെ ആവേശാവതാരമാണ്, ഭക്തനെ രക്ഷിക്കാനുള്ള ആവേശം. പിന്നെ പരിപൂർണതമാവതാരം, അത് കൃഷ്ണാവതാരം. അപ്പം ഭഗവാന്റെ അവതാര ലീലകളിൽ കാണുന്ന നമുക്ക് ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ കാണാം. യഥാർത്ഥത്തിൽ എല്ലാം പരിപൂർണതമാവതാരം തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ വിളക്കിൽ ഒരു ചെറിയ തിരി കത്തുന്നുണ്ട്, വലിയൊരു കാട്ടുതീയും സംഭവിച്ചിട്ടുണ്ട്. ഏതാ വലുത്, ഏതാ ചെറുത്? വലിയൊരു കാട്ടുതീ ആളി കത്തുന്ന ഒരു കാട് മുഴുവൻ. ഇവിടെ വിളക്കിൻ്റെ തിരിയുടെ അറ്റത്ത് ഒരു ചെറിയ തീയും. ഏതാ വലുത്, ഏതാ ചെറുത്? കാണുമ്പോൾ നമ്മൾ പറയും അത് വലിയ തീയ്, ഇത് ചെറിയ തീയ്. പക്ഷേ ഇത് ചെറിയ തീയാണോ? ഇത് ചെറിയ തീയാണോ? അല്ല, ഈ ചെറിയ തീ തന്നെയാണ് അങ്ങനൊരു വലിയ തീയിലേക്ക് മാറണത്. അപ്പോൾ ആ ഒരു വലിയ അഗ്നി അതിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അതേ ശക്തി എന്നുള്ളത് പോലെ എല്ലാം ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയെങ്കിലും നമ്മളുടെ മുൻപിൽ ആ അവതാര ചൈതന്യം കുറഞ്ഞും കൂടിയൊക്കെ നമ്മൾ കാണുന്നു എന്ന് മാത്രം. ഇവിടെ ഭഗവാൻ അവതരിച്ചു വ്യാസനായിട്ട്. എന്തിനു വേണ്ടിയിട്ട് അവതാരങ്ങൾ നമുക്കറിയാം. യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി സംഭവാമി യുഗേ യുഗേ എന്ന് നമ്മൾ പ്രസിദ്ധമായി അറിയുന്നതാണ്. സർവവിധത്തിലും ഭഗവാൻ അവതാരം ചെയ്തു ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട്. ധർമ്മത്തെ സ്ഥാപിക്കാൻ എന്താ വഴി അല്ലേ? ഒരു വൃക്ഷം അതിനെ വേണ്ടതുപോലെ പരിപോഷിപ്പിക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇലയിലും കൊമ്പിലും ഒക്കെ കോണി വെച്ച് കയറി വെള്ളമൊഴിക്കുക, ഇലയിലൊക്കെ വളമിട്ട് കൊടുക്കുക ആണോ? അല്ല, അതിൻ്റെ വേരിൽ ശക്തി കൊടുക്കുക അല്ലേ? ആ വേര് വേണ്ടതുപോലെ ഉറച്ചു കഴിഞ്ഞാൽ വൃക്ഷം അവിടെ ഉറയ്ക്കും എന്നതുപോലെ, വൃക്ഷം വളരും എന്നതുപോലെ വേദമാകുന്നതായ വേരുകളിലാണ് ധർമ്മം എന്ന മഹാവൃക്ഷം നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. വേദോഖിലോ ധർമ്മമൂലം. അപ്പം എന്തു വേണം? ഈ വേദത്തെ വേണ്ടതുപോലെ ലോകത്തിൽ നിലനിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് വ്യാസനായി ഭഗവാൻ അവതാരം ചെയ്തു. വ്യാസൻ വേദത്തെ 4 പകുത്തു. ഋഗ്യജുസ്സാമാഥർവാഖ്യ വേദാശ്ചത്വാര ഉദ്ധൃത.
ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം എന്നിങ്ങനെ വേദത്തെ 4ആയി വിന്യസിച്ചു. അതുകൊണ്ട് വ്യാസന് വേദവ്യാസൻ എന്ന് പേര് ലഭിച്ചു. സർവവിധത്തിലും തൻ്റെ ശിഷ്യന്മാരിൽ കൂടിയിട്ട് പൈലൻ, സാമകൻ, ജൈമിനി തുടങ്ങിയിട്ടുള്ളതായ ശിഷ്യന്മാരിൽ കൂടിയിട്ട് ഓരോ വേദങ്ങളെയായിട്ട് വ്യാസമഹർഷി ലോകത്തിൽ പ്രചരിപ്പിച്ചു. ലോകത്തിലെല്ലാവരും വേദം പഠിക്കാൻ തുടങ്ങി. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥം. എന്തിനെക്കുറിച്ചിട്ടുള്ള അറിവ്? അറിയേണ്ട ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ അറിവായി നമ്മളിൽ നിറയുന്ന ചൈതന്യത്തെക്കുറിച്ചിട്ടുള്ള അറിവ്. ഒരു ഫോട്ടോ കാണുമ്പോഴേക്കും ഇത് ഇന്ന ആളാണല്ലോ, ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇത് ഇന്ന ശബ്ദമാണല്ലോ, ഒരു വാസന വരുമ്പോഴേക്കും ഇത് ഇന്നതിൻ്റെ വാസനയാണല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ ഏതോ ഒരു ചൈതന്യം കൃത്യമായി അറിവിനെ തരുന്നുണ്ടല്ലോ. അയാളെക്കുറിച്ചിട്ടുള്ള അറിവ്, അല്ലാണ്ട് പുറമേ നിന്നുള്ള ലോകത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല. ഈ ലോകത്തിലുള്ള എല്ലാ അറിവിനെയും നമ്മളിൽ നിറയ്ക്കുന്ന ആ അറിവ്, അത് തരുന്നതാരാ? ആ ചൈതന്യത്തെക്കുറിച്ചിട്ടുള്ള അറിവിനെയാണ് വേദം എന്ന് വിളിക്കുക. അല്ല, ഈശ്വരോപാസനയ്ക്ക് ഈ പരമസത്യത്തെ അറിയാൻ അടിസ്ഥാനമായിട്ട് വേണ്ടതും ഈ അറിവാണ്. ഏതൊരു ഈശ്വര പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ഈ ഒരു അറിവോട് കൂടിയിട്ട് ചെയ്താലേ അതിന് ഫലമുള്ളൂ എന്നാണ്. ഇപ്പം ക്ഷേത്രത്തിലാണെങ്കിലും എന്തിനാണ് ക്ഷേത്രം, എന്തിനാണ് തൊഴുന്നത്, എന്തിനാണ് നമസ്കരിക്കുന്നത്, എന്തിനാണ് പ്രദക്ഷിണം? ഇപ്പം സപ്താഹയജ്ഞമാണെങ്കിലും ഭാഗവത സത്രമാണെങ്കിലും എന്താ ഇവിടെ നടക്കുന്നത് എന്ന് സാമാന്യമായിട്ടൊരറിവുണ്ടെങ്കിലല്ലേ നമുക്കിതിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുള്ളൂ. അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുമ്പോഴല്ലേ ഇതിൻ്റെ ഫലം പരിപൂർണമാവുള്ളൂ. അപ്പോൾ അറിവ് വളരെ വളരെ പ്രധാനമാണ്. അറിവില്ല എന്നൊരു ഭാവം വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആചരണങ്ങളിലൊക്കെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ വന്നു പെട്ടേക്കാം. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യണ സമയത്തും കൃത്യമായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാകണം. ആ അറിവിനെയാണ് വേദങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത്. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം എന്നിങ്ങനെ വേദത്തെ തൻ്റെ ശിഷ്യന്മാരിൽ കൂടി ലോകത്തിൽ പ്രചരിപ്പിച്ചു വ്യാസമഹർഷി. വേദം എല്ലാവർക്കും പഠിക്കാം അല്ലേ? വേദം എല്ലാവർക്കും പഠിക്കാം, ആരും പഠിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പഠിക്കാമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എല്ലാവർക്കും പഠിക്കാമെന്ന് പറഞ്ഞാൽ ആരും പഠിക്കാനുണ്ടാവില്ല. നേരെ മറിച്ച് ഇന്ന ആൾക്കാരെ വേദം പഠിക്കാൻ പാടുള്ളൂ, എല്ലാവരും പഠിക്കാൻ പാടില്ല എന്നൊന്ന് പറയണമായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ആൾക്കാരുണ്ടാവും. കാരണം കലിയുഗം അങ്ങനെയാണ്. കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എന്തിനേയും വിപരീതമായി ചെയ്താൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പോവാൻ പാടില്ല, എന്നാൽ പിന്നെന്താ പോയാൽ, തൊടാൻ എന്നാൽ പിന്നെന്താ തൊട്ടാൽ, അങ്ങനൊരു കാരണം അങ്ങനെയുള്ളവർക്കാണ് കലിയുഗത്തിലധികവും മാഹാത്മ്യം കൂടുക അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ക്ഷേത്രത്തിൽ വന്നു പ്രദക്ഷിണം വയ്ക്കുന്നു. നമ്മളൊക്കെ എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കുക? ഇങ്ങനെയല്ലേ പോവുക? നമ്മളെല്ലാവരും ചേർന്ന് ഇങ്ങനെ എല്ലാവരും ഒപ്പം നാമം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ തിരിഞ്ഞിട്ട് പോവുക. അപ്പോൾ ആൾക്കാരൊക്കെ ആരെയാ ശ്രദ്ധിക്കുക? ഈ തലതിരിഞ്ഞവനെ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഇങ്ങോട്ട് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തലതിരിഞ്ഞവനെ എല്ലാവരും ശ്രദ്ധിക്കും. ക്യാമറക്കാർ, മൈക്കുകാരൊക്കെ അവരുടെ അടുത്ത് വന്ന് ചോദിക്കും, താങ്കൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പോണതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ എന്താ വ്യത്യസ്തനായിട്ട് അല്ലേ, ഈശ്വരൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇങ്ങനെ പ്രദക്ഷിണം വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഉറപ്പാണ് കലിയുഗത്തിലെ ആൾക്ക് അവാർഡ് കിട്ടും. അപ്പോൾ കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിഷേധിച്ചോ
എതിർത്തുമൊക്കെ വളരെ പെട്ടെന്ന് പ്രശസ്തി നേടാൻ പറ്റുന്ന കാലം. വിപരീതം ചെയ്താൽ, നല്ല നല്ല പാട്ട് പാടിയാൽ അതിന് കിട്ടണതിനേക്കാൾ നല്ല പ്രശസ്തി ഇപ്പോൾ നേരെ തിരിച്ചു പാടിയാൽ കിട്ടുന്നുണ്ട്. നല്ല പ്രവൃത്തി ചെയ്താൽ കിട്ടണതിനേക്കാൾ പ്രശസ്തി അതിന് വിപരീതം ചെയ്താൽ കിട്ടുന്നുണ്ട്. അപ്പം വേദം എല്ലാവർക്കും പഠിക്കാം, ആരും പഠിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വേദം പഠിക്കണമെങ്കിൽ അതിനൊരു സംസ്കാരം വേണം. ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഒരു സംസ്കാരം ഉള്ളിലുണ്ടാവണം. സംഗീതം പഠിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ളൊരു വാസന ഉണ്ടാവണം. നൃത്തം പഠിക്കണമെങ്കിൽ അതിനുള്ളൊരു വാസന നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്തിന്? ഇങ്ങനെ ഭാഗവതം കേൾക്കാനിരിക്കണമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എവിടെയോ അത്തരത്തിലൊരു സംസ്കാരം ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാത്തൊരാളെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയാൽ ബോറടിക്കാൻ തുടങ്ങും അയാൾക്ക്. അപ്പോൾ എല്ലാ തരത്തിലും ആ ഒരു സംസ്കാരം അതെല്ലാവരിലും ഇല്ല എന്ന് മനസ്സിലാക്കി വ്യാസമഹർഷി എന്ത് ചെയ്തു? വേദത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് പുരാണങ്ങളെ സൃഷ്ടിച്ചു. പലവിധത്തിലുള്ള പുരാണങ്ങൾ, ഗുണങ്ങൾക്കനുസരിച്ചും നമ്മുടെ ആരാധനയ്ക്കനുസരിച്ചിട്ടും നമ്മുടെ ഇഷ്ടദേവതയ്ക്കനുസരിച്ചിട്ടുമുള്ള പുരാണങ്ങൾ. ഇപ്പോൾ ദേവി ഉപാസകന്മാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വിഷ്ണു ഉപാസകന്മാരായിട്ടുള്ള ആൾക്കാർ, ശിവനെ ഉപാസിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല വിധത്തിലുള്ളതായ ഇഷ്ടദേവതകളെ ആരാധിക്കുന്നവർക്ക് അവരവരുടെ ഇഷ്ടദേവതയെ മാഹാത്മ്യമുള്ളതാക്കി കാണിച്ചുകൊണ്ട് പലതരം പുരാണങ്ങൾ. ശിവപുരാണത്തിൽ മഹാദേവനാണ് സർവവും, മറ്റൊരു പുരാണം നോക്കിയാൽ മഹാഗണപതിയാണ് സർവവും. ഇങ്ങനെ പല പുരാണങ്ങൾ വ്യാസമഹർഷി ഉണ്ടാക്കി. അപ്പം എന്തായി എന്ന് വെച്ചാൽ ആകപ്പാട സംശയമായി. ഒരു പുരാണത്തിൽ പറഞ്ഞതല്ല വേറൊരു പുരാണത്തിൽ, അതിൽ പറയണതിന് നേരൊരു വിരോധം വേറൊരു പുരാണത്തിൽ. ഉദ്ദേശിച്ചത് വ്യാസമഹർഷി എന്താ വെച്ചാൽ ഈ കഥകളുടെ മധുരത്താൽ പരട്ടിയിട്ട് വേദത്തിൻ്റെ ആശയങ്ങളെ എല്ലാവരിലേക്ക് എത്തിക്കല. പക്ഷെ ഉദ്ദേശം വേണ്ടതുപോലെ ഫലിച്ചില്ല. പുരാണങ്ങളിലേക്ക് പലതരത്തിലുള്ളതായ കർമ്മ സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചു. കർമ്മത്തിന് പ്രാധാന്യമുള്ളതായിട്ട് തീർന്നു. ആൾക്കാർക്ക് സംശയം വർദ്ധിച്ചു. അപ്പോഴാണ് വ്യാസമഹർഷി ഭാരതമാഖ്യാനം, മഹാഭാരതത്തെ നിർമ്മിക്കുന്നത്. 1.25 ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ളതായ മഹാഭാരതത്തെ നിർമ്മിച്ചു വ്യാസമഹർഷി. 18 പർവ്വങ്ങളിൽ മഹാഭാരതം ഒരുങ്ങി. സർവവിധത്തിലും ഭഗവത്ഗീതയും ദിവ്യമായ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമവും അടങ്ങിയ മഹാഭാരതം. ഉദ്ദേശം ഇതാണ്: ധർമ്മത്തിൻ്റെ ജയം പാടുക. തതോ ജയമുദീരയിൽ, ആത്യന്തികമായ വിജയം ധർമ്മത്തിനായിരിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരു കഥാരൂപത്തിൽ വ്യാസൻ മഹാഭാരതത്തെ നിർമ്മിച്ചു. എന്ന് മാത്രമല്ല, മഹാഭാരതം അതെല്ലാവരും വായിക്കണം, എല്ലാവരും അതിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് വ്യാസമഹർഷി സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീണ ശ്രുതിഗോചര ഇതി ഭാരതമാഖ്യാനം. ഈ പുരാണങ്ങൾ പല വിധത്തിൽ ഇറങ്ങിയപ്പോൾ എന്തായെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ സംശയങ്ങൾ വർദ്ധിച്ചു. സംശയങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്തായെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ചൊല്ലാൻ പാടുമോ, സ്ത്രീകൾക്ക് വായിക്കാൻ പറ്റുമോ, ശൂദ്രന്മാർക്ക് വായിക്കാൻ പറ്റുമോ, വീട്ടിലിരുന്നിട്ട് വായിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ സംശയം കൂടി അല്ലേ. പലതരത്തിൽ സംശയം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഭാഗവതം തന്നെ ഇപ്പം എന്തൊക്കെ സംശയമുണ്ട് ഭാഗവതം വായിക്കേണ്ടതിനെ കുറിച്ചിട്ട്. മലയാളം വായിക്കണോ, സംസ്കൃതം വായിക്കണോ, വെള്ളിയാഴ്ച വായിച്ചാൽ കുഴപ്പമുണ്ടോ, സന്ധ്യയ്ക്ക് ശേഷം വായിച്ചാൽ പ്രശ്നമാവുമോ, വലത്തെ പേജിൽ നിർത്തണോ, ഇടത്തെ പേജിൽ നിന്ന് തുടങ്ങണോ എന്നൊക്കെ പറഞ്ഞ് കുറേ സംശയം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുടെ മുമ്പിൽ വ്യാസമഹർഷി പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. അങ്ങനെ ഇറക്കിയതാണ് മഹാഭാരതം. ഭാരതം എന്നുള്ളതായ ഗ്രന്ഥം വ്യാസമഹർഷി ഇറക്കി. പുസ്തകം വാങ്ങി വയ്ക്കണ കുറേ ആൾക്കാർ മഹാഭാരതം പുസ്തകവും വാങ്ങിവെച്ചു. നല്ല ഭംഗിയായിട്ട്
ഷോക്കേസിൽ കാണിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മഹാഭാരതം അല്ലേ. കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതുണ്ടോ വായിച്ചാൽ തീരുന്നു. 1.25 ലക്ഷം ശ്ലോകം. സ്വതവേ തന്നെ കട്ടിയുള്ള പുസ്തകം ദൂരത്ത് കണ്ടാൽ ഉറക്കം വരുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും വേണ്ടതുപോലെ മഹാഭാരതത്തെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ വ്യാസമഹർഷിക്ക് ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിന്. കിം വാ ഭാഗവതാധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയാ പരമഹംസാനാം തയേവ ഹി അച്യുതപ്രിയ. ഞാൻ ഭക്തി ലോകത്തിൽ വളർത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഗ്രന്ഥങ്ങൾ രചിച്ചത്. പക്ഷേ എൻ്റെ ഗ്രന്ഥങ്ങളെ ഭക്തന്മാരൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ. ആധ്യാത്മികത എന്നുള്ളത് ഭക്തി കൂടി ചേരുമ്പോഴും മാത്രമാണ് ഭംഗിയാകുന്നത്, ഫലം കാണുന്നത്. അല്ലെങ്കിൽ അതൊരു പ്രഭാഷണ വിഷയം മാത്രമായിട്ട് മാറും അല്ലേ. ആധ്യാത്മിക പ്രഭാഷണം അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിനൊക്കെ ഉണ്ടാവും ആധ്യാത്മിക പ്രഭാഷണം. ചിലപ്പോൾ ഗതികെട്ടാൽ ഞങ്ങളും പോവാറുണ്ട്. അവിടെ പോയാൽ മനസ്സിലാവും ഈ ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? 6:30 ദീപാരാധന, 9 മണിക്ക് ഗാനമേള അല്ലെങ്കിൽ നാടകം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് സമയമുണ്ട്. ആ സമയത്ത് ഇപ്പം എന്ത് പരിപാടിയാണ് വയ്ക്കുക? ആ സമയത്താണ് ഒരു ആധ്യാത്മിക പ്രഭാഷണം വയ്ക്കുക. അയാളാവുമ്പോൾ വലിയ ചിലവുമില്ല. ഒരു വിളക്ക് കത്തിച്ച് കൊടുത്താൽ ഇരുന്ന് പറഞ്ഞോളൂ, കത്ത് കൊടുത്താലേ നിർത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ആധ്യാത്മികത എന്നുള്ളതൊരു പ്രഭാഷണ വിഷയം മാത്രമായ ഈ കാലത്ത് ഭാഗവതധർമ്മം, അത് ഭക്തി എന്നുള്ളത് ചേർന്നിട്ടില്ലെങ്കിൽ പിന്നെ ആധ്യാത്മികയ്ക്ക് എന്ത് പ്രസക്തി അല്ലേ? നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒരു മെസ്സേജ്, യാത്രയിൽ ഭക്തി ചേരുമ്പോൾ അത് തീർത്ഥാടനമാവും അല്ലേ. ജലത്തിൽ ഭക്തി ചേരുമ്പോൾ അത് തീർത്ഥമാവും. കഥകളിൽ ഭക്തി ചേരുമ്പോൾ അത് ഭാഗവതമാവും. ഇതുപോലെ ആധ്യാത്മികതയ്ക്ക് ഭക്തിയില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലം? അതുകൊണ്ട് താൻ ഇത്രയും ഭംഗിയായിട്ട് ലോകത്തിൽ പാടിയതൊന്നും ആധ്യാത്മികതയല്ലയോ എന്ന് സംശയം. ഭാഗവതധർമ്മത്തെ താൻ വേണ്ടതുപോലെ പാടിയില്ലേ എന്നൊരു സംശയം വ്യാസമഹർഷിക്ക്. അവിടെയാണ് വേദവ്യാസ മഹർഷിയുടെ മുൻപിലേക്ക് നാരദം സുരപൂജിതം, ദേവന്മാർ പോലും വന്ദിക്കുന്നതായ സാക്ഷാൽ ശ്രീനാരദ മഹർഷിയുടെ അവതാരം. ഭാഗവതം നാരദര് അല്ലെങ്കിൽ നാരദ മഹർഷി എന്ന കഥാപാത്രത്തെ എത്രയോ വലിയ മാഹാത്മ്യത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത്. ഭക്തിക്ക് പോലും വ്യാഖ്യാനമെഴുതിയ മഹാത്മാവാണ് ശ്രീനാരദ മഹർഷി. എന്നു മാത്രമല്ല, നമ്മളിന്ന് കാണുന്നതായ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗവതം, രാമായണം, ഈ 2 ഗ്രന്ഥങ്ങളെയും രചിക്കാൻ പ്രചോദനമായതും നിമിത്തമായതും ശ്രീനാരദ മഹർഷിയാണ് അല്ലേ. തപസ്വാധ്യായ നിരതം വാത്മീകിർമുനി പുംഗവം നാരദം പരിപപ്രച്ഛ. തപോനിഷ്ഠനായിരിക്കുന്ന വാൽമീകി മഹർഷിക്ക് ശ്രീരാമ മഹിമ പാടിക്കൊടുത്ത് രാമായണം ചമയ്ക്കാനും, ശമ്യാപ്രാസത്തിലിരിക്കുന്ന വ്യാസമഹർഷിക്ക് ഭാഗവതധർമ്മം ഉപദേശിച്ച് ശ്രീമദ് ഭാഗവതത്തെ രചിക്കാനും പ്രചോദനം നൽകിയ മഹാത്മാവാണ് ശ്രീനാരദ മഹർഷി. ഭക്തിശാസ്ത്രത്തെ ഇത്ര ഭംഗിയായി ലോകത്തിൽ അവതരിപ്പിച്ച മറ്റൊരു ഭാഗവതനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ജഗതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപതമപി യാതോ യൽകൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഭാഗവത മാഹാത്മ്യത്തിൽ തന്നെ ശ്രീനാരദ മഹർഷിയെ നമസ്കരിക്കുക. കാരണം നാരദ മഹർഷി നമുക്ക് സമർപ്പിച്ച അല്ലെങ്കിൽ നാരദ മഹർഷിയുടെ അനുഗ്രഹം സിദ്ധിച്ച ഭാഗവതന്മാർ അനേകമാണ്. ധ്രുവൻ, പ്രഹ്ലാദൻ, പ്രചേതസ്സുക്കള്, ഹര്യശ്വ ശബളാശ്വന്മാർ,
എന്തിന്? പടുവൃദ്ധനായ പ്രാചീന ബർഹിസിന് പോലും കർമ്മഠത്വം വിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് ഭക്തി വളർത്താൻ നാരദരുടെ ഉപദേശം കൊണ്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ നാരദ മഹർഷിയെ നമ്മൾ നമസ്കരിക്കണം. പ്രത്യേകിച്ച് ഭാഗവതം വായിക്കുന്ന കേൾക്കുന്ന ആൾക്കാർ. എന്താ ഇത്രയൊക്കെ നാരദരുടെ മഹാത്മ്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ, സ്വതവേ നമ്മൾ ആരെക്കുറിച്ചാണ് നാരദരെന്ന് പറയാം? സ്വതവേ നമ്മൾ നാട്ടുകാരാരെക്കുറിച്ചാണ് നാരദർ? അവനാളൊരു നാരദനാണ് അല്ലേ? അപ്പം അങ്ങനെ ഒരു കേവലം ഒരു ഏഷണിക്കാരനായിട്ട് കാണേണ്ട ആളല്ല. അദ്ദേഹത്തെ നമ്മൾ നമസ്കരിക്കണം. ഭക്തി ഭാഗവതമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കാൻ ശ്രീനാരദ മഹർഷിയെ നമസ്കരിച്ചാൽ തന്നെ ധാരാളം. ഏതായാലും ഇവിടെ വേദവ്യാസൻ്റെ മുൻപിലേക്ക് ആ നാരദ മഹർഷി അവതരിച്ചു. നാരദ മഹർഷിയെ കണ്ടു. വ്യാസമഹർഷി വീണ് നമസ്കരിച്ചു. വീണാപാണി സ്മയന്നിവ, പുഞ്ചിരിച്ചുകൊണ്ട് വീണാപാണിയായ ആ നാരദരിത വേദവ്യാസനോട് ചോദിക്കുന്നു, പാരാശര്യ മഹാഭാഗ ഭവതക്കക്ഷിത ആത്മനാ പരിതുഷ്യതി ശാരീര ആത്മാമാനസ ഏവ വാ. ഹേ പാരാശര്യ, പരാശരപുത്ര, എന്താ അങ്ങയുടെ മുഖത്ത് ഒരു വല്ലാത്ത സങ്കടം? എന്താ അങ്ങയ്ക്ക് ദുഃഖം? വ്യാസൻ്റെ ഉള്ളിലുള്ളതായ വ്യസനം എങ്ങനെ നാരദര് വായിച്ചു എന്നാണെങ്കിൽ മുഖം കൊണ്ട് വായിച്ചു. സ്വതവേ നമ്മൾ പറയും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ഭാവമാണത്രേ മുഖത്ത് കാണുക. മനസ്സിൽ നല്ല ടെൻഷനാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് വെച്ചാൽ ആ മുഖം കണ്ടാൽ നമുക്കും ടെൻഷൻ തുടങ്ങും. അപ്പോൾ ഇവിടെ വേദവ്യാസൻ്റെ മുഖം കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി എന്താ അങ്ങയ്ക്ക് ഇത്ര സങ്കടം. ജിജ്ഞാസിതമധീതം ചായത്തൽ ബ്രഹ്മസനാതനം, പരബ്രഹ്മത്തെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് സർവവും അറിഞ്ഞ ആളല്ലേ അങ്ങ്. അങ്ങനെ ഈശ്വര ചൈതന്യത്തെ, ഈശ്വരഭാവത്തെ പരിപൂർണമായും അറിയുന്ന അങ്ങയ്ക്കിങ്ങനെ സങ്കടം വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് മഹാഭാരതം വരെ നിർമ്മിച്ചതായ അങ്ങയുടെ സങ്കടത്തിൻ്റെ കാരണത്തെ ചോദിച്ചപ്പോഴാണ് വേദവ്യാസ മഹർഷി നാരദരോട് പറയണത്, അസ്തേവമേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. നാരദ മഹർഷേ, അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ വേദത്തെ 4 വിന്യസിച്ചിട്ടുണ്ട്. ലോകത്തിൽ സകലർക്കും ഭക്തി വളരാനായിട്ട് പുരാണങ്ങളെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല എന്ന ഭാവത്തിൽ മഹാഭാരതത്തെ വരെ ലോകത്തിന് മുൻപിൽ സമർപ്പിച്ചു. പക്ഷേ തഥാപി നാത്മാ പരിതുഷ്യതോ മേ, ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ മനസ്സിന് എന്തോ ഒരു സമാധാനക്കുറവ്, ചെയ്യേണ്ടത് ഇനിയും ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ, എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയം. ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കെന്താ ഈ ദുഃഖത്തിന് കാരണം? ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകിം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതേ സ്നാനസ്യ മേ ന്യൂനമലം വിചക്ഷ്വ. ഞാൻ ചെയ്തതിൽ എന്ത് കുറവാണുള്ളത് എന്ന് അങ്ങ് പറയൂ. എനിക്കെന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എന്തിൻ്റെയോ ഒരു കുറവുണ്ട്. അതെന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് എന്ന് അങ്ങ് പറയണം. കാരണം ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകിം, സൂര്യൻ എപ്രകാരമാണോ സകലർക്കും ഒരുപോലെ തൻ്റെ പ്രകാശത്തെ വിതരണം ചെയ്ത് സഞ്ചരിക്കുന്നത്, അതേ ഭാവത്തിൽ ത്രിലോകങ്ങളിലുള്ളതായ ഭക്തന്മാരുടെയും അല്ലെങ്കിൽ ത്രിലോകങ്ങളിലുള്ളതായ ജീവജാലങ്ങളുടെയും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റാൻ ഒരു സൂര്യനെ പോലെ ജ്ഞാനപ്രകാശം ചൊരിഞ്ഞുകൊണ്ടാണല്ലോ അങ്ങയുടെ യാത്ര. അങ്ങയ്ക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്, അല്ലേ? നമ്മളാരെങ്കിലും നമുക്ക് കുഴപ്പമുണ്ടെന്ന് പറയാറുണ്ടോ?
ഞാൻ അതൊക്കെ പോട്ടെ. ഈ ലോകത്തിൽ ഒരു കുറവും ഒരു തെറ്റും ചെയ്യാത്ത ഒറ്റ ആളെ നമ്മുടെ കണ്ണിലുള്ളൂ. ആരാത്? ഇന്നേ വരെ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറവുമില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ നമ്മുടെ കണ്ണിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കണുള്ളൂ. ആരാത്? ഭഗവാനോ? ഭഗവാനൊന്നുമല്ല. ഭഗവാനൊക്കെ ഇപ്പോഴും കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ, ഒരു തെറ്റും ഇതുവരെ ചെയ്യാത്ത ആൾ നമ്മൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മളുടെ കുഴപ്പം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കില്ല. അയാളെ എനിക്ക് നന്നായിട്ടറിയാം. അയാളെല്ലാവരെയും കുറ്റം പറയണ സ്വഭാവം അയാൾക്ക്. അയാളല്ലേ, എനിക്ക് അയാളെ അറിയാം, എല്ലാവരെയും കുറ്റം പറയണ സ്വഭാവം അയാൾക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നല്ലൊരു കുറ്റം പറഞ്ഞു. പക്ഷേ നമ്മളത് കാണൂ? ഇല്ല. ഇവിടെ വേദവ്യാസൻ നാരദ മഹർഷിയോട് പറയുന്നു, എൻ്റെ തെറ്റെന്താണ്, ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ് എന്ന് നാരദ മഹർഷി അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ എന്ത് ന്യൂനതയാണ് എനിക്ക് ഭവിച്ചത് എന്നൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോഴാണ് നാരദ മഹർഷി പറയുന്നത്, ഹേ വേദവ്യാസ, അങ്ങ് എല്ലാ ഗ്രന്ഥങ്ങളും ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത. ഭഗവാൻ വാസുദേവൻ്റെ മഹിമകളെ വേണ്ടതുപോലെ അങ്ങയുടെ ഗ്രന്ഥത്തിൽ സന്നിവേശിപ്പിച്ചിട്ടില്ല. നയൽ വചശ്ചിത്രപതം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീതകർഹിച്ചിൽ തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസ നിരമന്ത്യുശിക്ഷയാ. എത്ര ചമൽക്കാരങ്ങൾ ചേർന്നതാണെങ്കിലും വൃത്തവും അലങ്കാരവും വ്യാകരണവും പദഭംഗിയും ഒക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിലും അതിൽ ഭക്തി എന്നുള്ളത് ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പരമഹംസന്മാരായ പരമഭക്തന്മാർ ആ ഗ്രന്ഥങ്ങളെ ചിലപ്പോൾ സ്വീകരിക്കില്ല. കാക്കകൾ റോഡിലുള്ള ചെളിവെള്ളത്തിൽ കുളിക്കും. പക്ഷേ പരിശുദ്ധമായ മാനസ സരസിൽ വിഹരിക്കുന്നതായ ഹംസപ്പക്ഷികൾ അവരത്തരത്തിലുള്ള നിർമ്മലമായ ശുദ്ധ ജലത്തിൽ മാത്രമേ വിഹരിക്കാറുള്ളൂ. അതുപോലെ സർവവിധത്തിലും ഭഗവാനെക്കുറിച്ച് പാടുന്നതായ വാക്കുകൾ, ഭഗവാന്റെ മഹിമകൾ, അതിൽ മാത്രമേ പരമഭക്തന്മാർ ആനന്ദം കണ്ടെത്താറുള്ളൂ. അത്തരത്തിലുള്ളതായ കഥകളെ അങ്ങെഴുതൂ. തൽവാഗ്വിസർഗോ ജനദാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി. ഇനി നേരത്തെ പറഞ്ഞ ചമൽക്കാരങ്ങളിലോ വ്യാകരണങ്ങളിലോ മറ്റ് വൃത്തങ്ങളിലൊക്കെ ചെറിയ ഭംഗം വന്നാലും കുഴപ്പമില്ല, ചെറിയ അബദ്ധങ്ങൾ വന്നാലും കുഴപ്പമില്ല. നാമാന്യനന്തസ്യ യശോങ്കിതാനിയൽ. അതിൽ അനന്ത ഗുണങ്ങൾ തികഞ്ഞ ഭഗവാന്റെ നാമമഹിമയെ വർണ്ണിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വാക്കുകളെ കൊണ്ട്, ആ ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ മഹിമയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. അതിനെ പാടാനും കേൾക്കാനും ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആനന്ദിക്കാനും സാധുക്കൾ, ഭക്തന്മാർ തയ്യാറാവും. കർമ്മങ്ങളാണെങ്കിലും നൈഷ്കർമ്മ്യമപി അച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. ലോകത്തിൽ നിന്ന് നേടുന്നതായ എല്ലാ അറിവും ഉത്തമമാണ്, മോശമല്ല. ഒരറിവും മോശമല്ല. എല്ലാ അറിവിനെയും നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ ഈ അറിവൊക്കെ ഉണ്ടെങ്കിലും ഈശ്വരനിലേക്ക് സമർപ്പിച്ചതായ ബുദ്ധിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യം? അറിവ് നല്ലതാണ്, അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നാശത്തിന് പോലും ഹേതുവാകും, അല്ലേ? ഇന്നിപ്പോൾ അറിവ് കൂടിയതിൻ്റെ കുഴപ്പമാണോ അറിവ് കുറഞ്ഞതിൻ്റെ കുഴപ്പമാണോ ഇപ്പോൾ ലോകത്ത് കാണുന്നത്? എന്തായാലും കുഴപ്പമുണ്ടെന്ന് ഉറപ്പല്ലേ?
എന്താ പഴയ കാലത്തെ ആദിമ മനുഷ്യർ അവരൊക്കെ പ്രാകൃതർ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ അവരിൽ നിന്നൊക്കെ മാറി 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 അറിവ് കൂടി 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 ഇപ്പോൾ ഈ ലോകത്തിൽ എല്ലാത്തിനെക്കുറിച്ചും അറിവ് നേടിയപ്പോൾ അവരുണ്ടായ കാലത്തെ ലോകമാണോ ഇപ്പോഴത്തെ ലോകമാണോ സമാധാനം? അപ്പോൾ അറിവ് നല്ലതാണ്, പക്ഷേ ഈ അറിവും വേണ്ട വിധത്തിലല്ല ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ ബോംബിടുന്നത് നല്ലൊരറിവാ. എത്ര മെനക്കേടുണ്ട് അത് ഉണ്ടാക്കാൻ. പച്ചക്കറികളിൽ വിഷം കലർത്തുന്നത് എത്ര മെനക്കേടുണ്ട്. എങ്ങനെയായി ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അറിയില്ല ഇന്ന ഇത് കുത്തിവെച്ചാൽ ഈ ആപ്പിള് ഒരാഴ്ച ഇങ്ങനെ നിൽക്കും എന്നുള്ളത് അല്ലേ? അപ്പം ഇതൊക്കെ അറിവ് തന്നെയാണ്. അത് വേണ്ടതുപോലെ അല്ലെങ്കിലോ? ഇപ്പം നെയ്യ് ഔഷധമാണ് എന്ന് വിചാരിച്ച് നെയ്യ് കോരി കോരി കുടിച്ചാലോ അത് രോഗത്തിന് കാരണമാവും. ഔഷധമാണ്, അത് അതിൻ്റെ പാകത്തിന് ഉപയോഗിക്കണം. ഇതുപോലെ കർമ്മമായാലും ഏതൊരു കാര്യമായാലും അത് വേണ്ട വിധത്തിലല്ല ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് ദോഷമായി ഭവിക്കും. വേദവ്യാസ, അങ്ങൊരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ മഹിമകളെ വേണ്ടതുപോലെ രചിക്കൂ. വേണ്ടതുപോലെ ഭഗവാന്റെ പാദാംബുജത്തിലേക്ക് ഭക്തിയെ വളർത്തുന്നതായ ഒരു ഗ്രന്ഥം അങ്ങ് രചിക്കണം. യാതൊരു ഭഗവാനിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നത്, ആ ഭഗവാനെക്കുറിച്ച് പറയാതെ അവിച്യുതോർത്ഥകവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഉത്തമശ്ലോകനായ ആ ഭഗവാനെക്കുറിച്ച് പറയാതെ അങ്ങനെ എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും കാര്യമില്ല. അപ്പം ഭഗവാന്റെ കഥകൾ അത് രചിച്ചാൽ മതി. എന്താ ഭഗവാന്റെ കഥകൾക്ക് ഇത്ര മാഹാത്മ്യം? അത് പറഞ്ഞു തരാം. എങ്ങനെ? ഏതോ ഒരു ഭക്തൻ്റെ അനുഭവമല്ല, ഏതോ ഒരാളുടെ പുരാണ കഥയോ ഇതിഹാസമോ അല്ല. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു തരാം. അഹം പുരാതീതഭവേ ഭവം മുനേ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം. പൂർവജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്ന കാലത്ത് 5 വയസ്സുകാരനായ എനിക്ക് കുറച്ച് സജ്ജനങ്ങളായ ഋഷീശ്വരന്മാരെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അല്ലേ? ഭക്തന്മാരെ കാണാൻ, ഭാഗവതന്മാരെ കാണാൻ. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. മനുഷ്യജന്മം തന്നെ ദുർലഭമാണ്. ആ മനുഷ്യജന്മത്തിൽ അതിദുർലഭമാണ് ഭക്തന്മാരെ, ഭാഗവതന്മാരെ കാണാൻ സാധിക്കുക എന്നുള്ളത്. 5 വയസ്സുകാരനായ എനിക്ക് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വന്ന കുറച്ച് ഭാഗവതന്മാരായ സന്യാസിമാരെ കാണാനും അവരെ സേവിക്കാനുള്ള ഭാഗ്യമുണ്ടായി. തേ മയ്യപേതാഖില ചാപലേർഭഗേ ദാന്തേ ധൃതക്രീടനകേനുവർത്തിനി ചക്രുകൃപാം യദ്യപി തുല്യദർശന ശുശ്രൂഷമാണേ മുനയോ അല്പഭാഷിണി. എല്ലാവരെയും ഒരുപോലെ കാണുന്ന തുല്യ ദർശികളായിട്ടുള്ള അവർ, 5 വയസ്സുകാരനായ ഞാൻ, കുട്ടിയായ ഞാൻ, മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈശ്വര ഭക്തിയെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഭക്തിയെ വളർത്താൻ അവരെന്ത് ചെയ്തു? ഒപ്പം ഇരുത്തി. മുനയോ അല്പഭാഷിണി. സ്വതവേ അധികം സംസാരിക്കുന്നവരൊന്നുമല്ല അവർ, എങ്കിലും എനിക്ക് വേണ്ടിയിട്ട് അവർ അതിസുന്ദരമായ ഭഗവാന്റെ കഥകൾ പാടിത്തന്നു. ആ ഭഗവത് കഥകൾ കേട്ട് കേട്ട് സർവവിധത്തിലുള്ളതായ ദുഃഖങ്ങളും എന്നിൽ നിന്ന് അകന്നു. ഏതൽ സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം. താപത്രയങ്ങളെയും ഈശ്വര കഥകൾ കൊണ്ട് മറന്നു. അങ്ങനെ ഇരിക്കെ ആ സന്യാസിമാരോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. ചിലപ്പോൾ ഭക്തന്മാരൊക്കെ പറയാറുണ്ട്, എത്ര പെട്ടെന്ന് ആ ഭാഗവത സപ്താഹം തീർന്നു പോയതെന്നൊക്കെ. കാരണം ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ മഹിമകൾ അത് കേൾക്കുമ്പോൾ മനസ്സ് ഒരിക്കലും സമയമോ കാലമോ ചിന്തിക്കില്ല.
സർവവിധത്തിലും ആ ഋഷീശ്വരന്മാർ ചാതുർമാസ്യ വ്രതം അവസാനിപ്പിച്ച് യാത്ര ചോദിക്കുമ്പോൾ അവരെ വീണ് നമസ്കരിച്ച് എനിക്ക് മന്ത്രോപദേശം തന്നു. അവരുപദേശിച്ചതായ മന്ത്രം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ പാടിത്തന്നതായ അതേ കഥകളെ വീണ്ടും വീണ്ടും ഹൃദയത്തിലിട്ട് ഞാൻ മനനം ചെയ്തു. അപ്പം എന്താ ഗുണം എന്ന് വെച്ചാൽ, ഒരു തവണ കേട്ടതാണ് കഥ, ഒരു തവണ കേട്ട ഭഗവാന്റെ കഥ അത് ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മനനം ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാദ് കൂടി വരാൻ തുടങ്ങി. ആ കഥകളിൽ നിന്നും കൂടുതൽ കൂടുതൽ ആനന്ദം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. നമ്മൾ ആരെങ്കിലും ഭാഗവതം കേൾക്കാത്തവരാണോ? ആരെങ്കിലും പറയാത്തവരാണോ? ഗജേന്ദ്രമോക്ഷം എന്നൊരു കഥ ആചാര്യൻ ആവേശത്തോടെ പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന ആൾക്കാർ ഗജേന്ദ്രമോക്ഷം എത്രയോ തവണ കേട്ട ആൾക്കാരാ. പക്ഷേ വീണ്ടും പറയുമ്പോൾ, വീണ്ടും കേൾക്കുമ്പോൾ അതിൻ്റെ സ്വാദ് വർദ്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ അനുഭവിച്ചതായ ആനന്ദം ഇടയ്ക്ക് അമ്മയൊന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കും. ഇപ്പം എന്താ വെച്ചാൽ ഭഗവാനെ ഒന്ന് പരിപൂർണമായും ഹൃദയത്തിൽ സേവിക്കാൻ അമ്മയുടെ ഈ ഒരു സ്നേഹം ഒരു തടസ്സം. ഒരിക്കൽ വിഷസർപ്പം ദംശിച്ച് അമ്മ മരിച്ചു. അതിനെയും അനുഗ്രഹം ഹൃദ്യാസീന്മേ ശനൈർ ഹരി. സ്വതവേ കണ്ണടച്ച് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുക എന്ന് വെച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ധ്യാനയോഗത്തെക്കുറിച്ചൊക്കെ നമുക്കിനി കേൾക്കാം അല്ലേ? ഇപ്പം നമ്മൾ കണ്ണടച്ചാൽ എന്തൊക്കെ കാണാൻ പറ്റും? ഭഗവാൻ ഒഴികെ ബാക്കിയൊക്കെ കാണാൻ പറ്റും. അപ്പം ആ കാണുന്ന സാധനങ്ങളെ മുഴുവൻ അവിടുന്ന് മാറ്റി അവിടെ ഭഗവാനെ കാണാൻ സാധിക്കൽ എളുപ്പമല്ല. പക്ഷേ ഇവിടെ 5 വയസ്സുള്ള ഒരു കുട്ടി പറയുന്നു, ഹൃദ്യാസീന്മേ ശനൈർ ഹരി. ചെന്നൊന്ന് കണ്ണടച്ചതേയുള്ളൂ, എൻ്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വന്നു എന്ന്. അപ്പം എന്താ? ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം. ഈ ഈശ്വര കഥകളെ കേട്ടും പാടിയും അതിനെ ഹൃദയത്തിൽ സ്മരിച്ചപ്പോൾ ആ ഭഗവൽ കഥകളുടെ മാഹാത്മ്യം കൊണ്ട് ഹൃദയം ശുദ്ധമായി ഭഗവാനെ വളരെ പെട്ടെന്ന് ഹൃദയത്തിൽ കാണാൻ സാധിച്ചു. ആനന്ദസ്വരൂപനായ ഭഗവാനെ എല്ലാം മറന്ന് ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമായത്. ഇത് ഭഗവാന്റെ ഒരു സൂത്രം. ഗോപികമാരുടെ ഇടയിലേക്ക് അതിസുന്ദരനായി ശ്യാമസുന്ദരനായി ഇറങ്ങി വന്നു. കിട്ടി എന്ന് വിചാരിക്കുമ്പോഴേക്കും ഭഗവാൻ അങ്ങില്ലാണ്ടായി. ഇപ്പം എന്തായി? ഭഗവാനിനെ കാണാണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇതേപോലെ ഹൃദയത്തിൽ ആനന്ദസ്വരൂപനായ ഭഗവാനെ ഒന്ന് അനുഭവിച്ച് തീരുമ്പോഴേക്കും ആ ഭഗവാനെ നഷ്ടപ്പെട്ടു. അതോടെ ഇനി ഭഗവാനില്ലാതെ തനിക്ക് സാധിക്കില്ല എന്ന ഭാവം ഉള്ളിലുണ്ടായി. അങ്ങനെ ഭഗവാനെ ചിന്തിച്ച് അടുത്ത ജന്മം ബ്രഹ്മാവിൻ്റെ മടുത്തട്ടിൽ നിന്നും ബ്രഹ്മപുത്രനായി ശ്രീനാരദരായി ഞാൻ വന്നു. ദേവന്മാർ നൽകിയ മഹതി എന്ന വീണ ഇന്നലെ ഇവിടെ ഭാഗവത മാഹാത്മ്യത്തിൽ ആ വീണയുടെ മാഹാത്മ്യമൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു. ശ്രീനാരദ മഹർഷിയുടെ ഓരോ നാമജപത്തിനും അനുസരിച്ച് ശ്രുതി മീട്ടിക്കൊണ്ട് സർവവിധത്തിലും ആഹൂത ഇവമേ ശീഘ്രം ദർശനം യാതി ചേതസി. ഹൃദയത്തിലേക്ക് താൻ ആഗ്രഹിക്കുന്ന ഭാവത്തിൽ ആ ഭഗവാൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് വേദവ്യാസ മഹർഷി, അത്രയും മനോഹരമാണ് ഭഗവാന്റെ കഥകൾ, അത്രയും മധുരമാണ് ഭഗവാന്റെ കഥകൾ. ഇന്ന് ദാസീപുത്രനായിട്ടുള്ള ഞാൻ ശ്രീനാരദ മഹർഷി എന്ന ദേവഋഷി ഭാവത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ കേട്ട കഥകളുടെ മാഹാത്മ്യമാണ്, മാധുര്യമാണ്. അത്തരത്തിൽ ഭഗവത് കഥകളുടെ മാധുര്യവും മാഹാത്മ്യവും ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഓരോ ഭക്തനും ഓരോ ജീവനും ഭാഗവതനായി ഉയരും, ഭാഗവത ഹംസമായി ഉയരും എന്നുള്ളത് വളരെ ഭംഗിയായി തെളിയിക്കുന്ന ഒരു പുണ്യഭൂമിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു
പുണ്യഭൂമിയിൽ ഇനി നമുക്ക് ലഭിക്കുന്നത് അത്തരത്തിലൊരു മധുരമധുരമായ ഭാഗവത പ്രഭാഷകനെയാണ്. ശ്രീ വിനയ് വാരണാസി എന്ന യുവ ആധ്യാത്മികാചാര്യൻ ഇന്ന് നവമാധ്യമങ്ങളിൽ കൂടി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ആ ഭാഗവതോത്തമൻ നമ്മുടെയും ഈ പുണ്യഭൂമിയിലേക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ വന്നു അല്ലേ. ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ മൊബൈലിൽ കാണാൻ തന്നെ ആൾക്കാർ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കേൾക്കാൻ എത്രയൊരു ഭാഗ്യമാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ അദ്ദേഹം എത്രയോ ദൂരത്തുനിന്ന് നമുക്ക് വേണ്ടി ഈ ഒരു മണ്ണിലേക്ക് വന്ന ഈ ഒരു രംഗത്തിൽ വളരെ ശ്രദ്ധയോടെ ആ കൃഷ്ണലീലകളാണ് അദ്ദേഹം പറയുന്നത്. സ്വതവേ ഭാഗവത യജ്ഞത്തിൽ ദശമസ്കന്ധ ആവണം കൃഷ്ണാവതാരവും കൃഷ്ണലീലയും ഒക്കെ കേൾക്കണമെങ്കിൽ. പക്ഷേ ഇവിടെ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഗണപതി ആ ഉണ്ണികൃഷ്ണനെ വിട്ടു തരികയാണ്. ഏതായാലും എല്ലാവരോടും ഒരു പ്രാർത്ഥന, നമ്മുടെ യജ്ഞവേദിയിലേക്ക് അദ്ദേഹം വരുന്ന ഈ ഒരു രംഗത്തിൽ ഈ മുൻപിലുള്ള കസേരകളൊക്കെ ഒന്ന് പൂരിപ്പിക്കുക. കഴിയുന്നതും പിറകിലുള്ള എല്ലാവരും മുമ്പോട്ട് കയറി വന്നാൽ നമുക്ക് അദ്ദേഹത്തെ ആചാര്യപീഠത്തിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് ഒരു നല്ല സദസ്സായി, നല്ലൊരു സഭയായി നമ്മുടെ ഈ യജ്ഞവേദി മാറണം. അതിന് എല്ലാവരും മുൻപിലുള്ള കസേരകൾ പൂരിപ്പിച്ച് പിറകോട്ടിരിക്കുക, കഴിയുന്നതും മുൻപോട്ടിരിക്കുക. നാരായണ നാരായണ നാരായണ. ആരെങ്കിലും അർച്ചനയ്ക്ക് നൽകിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്ത് വന്ന് പ്രസാദം പെട്ടെന്ന് വാങ്ങുക. പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പേ ആരെങ്കിലും യജ്ഞവേദിയിൽ അർച്ചനയ്ക്ക് നൽകിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വന്ന് ഇപ്പോൾ പ്രസാദം വാങ്ങാവുന്നതാണ് എന്നറിയിക്കുന്നു.